കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ആ മന്ത്രം ജപിച്ച് ആ ദേവതാഭാവത്തിൽ ലയിക്കും തോറും അവന്റെ ആ സ്വഭാവത്തിലെ പ്രാകൃത ഭാവങ്ങൾ അതോടുകൂടി ഇല്ലാതാകുക. ദേവത തരുന്നതല്ല, പൂർവ്വജന്മാർജിതമായ സംഭവം ഇറങ്ങി വരികയും. ദേവതയോടുള്ള അഡിക്ഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ചില പ്രത്യേക ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ഭാവത്തെ ഉണർത്തണം. അപ്പോൾ നമ്മൾ എന്തായിട്ട് ഇയാളുടെ രജോ ഗുണത്തെ തൽക്കാലം ഒന്ന് ഉണർത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ചെയ്യും, അയാളെ മറ്റു മാറി. സർവസിദ്ധത്വവും സർവജ്ഞവും അത് എന്താണ് ഒന്നുകൂടെ? സർവജ്ഞത്വവും സർവസിദ്ധത്വം ചിലപ്പം നമ്മള് ഈ ആത്മീയ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ അനന്തമായ സാധ്യതകൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക ചെയ്യുന്നു. ഇപ്പൊ സ്ഥൂല ശരീരമായി കാണപ്പെടുന്ന ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിനും ഭക്ഷണം ആവശ്യമാണ്. ഇപ്പൊ ഇന്ത്യൻ സിസ്റ്റം അത്ര വലിയ വ്യാപകമായ, ഭാരതീയ സമ്പ്രദായം എന്ന് വെച്ചാൽ വളരെ വലുതാണ്. ഇത്രയും കാരണം നമ്മൾ കാണപ്പെടുന്ന ഈ ശരീരത്തിന് നമ്മളുടെ വായിക്ക് രുചി അനുസരിച്ചുള്ള ഭക്ഷണമാണല്ലോ നമ്മൾ കഴിക്കുന്നത് ഓരോരുത്തരും. ഇപ്പൊ സത്വഗുണ പ്രധാനിയും തമോ ഗുണ പ്രധാനിയും രജോ ഗുണ പ്രധാനിയും അവനവന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. ഈ മൂന്ന് ഗുണങ്ങൾ, ത്രിഗുണങ്ങളുടെയും ആനുപാതിക വ്യത്യാസത്തിലാണ് എല്ലാവരും ജനിച്ചിരിക്കുന്നത്. ആരും പരസ്പരം പൂരകമല്ല, എല്ലാവരും തികച്ചും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ അവർക്കൊരു മനസ്സുണ്ട്, അതാണ് സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. സ്ഥൂല ശരീരമാകുന്ന ഈ കാണപ്പെടുന്ന ശരീരത്തിന് ഭക്ഷണം ആവശ്യമായതുപോലെ സൂക്ഷ്മ ശരീരമാകുന്ന മനസ്സിന് ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ അവന്റെ വാസനയ്ക്ക് അനുസൃതമായ ഒരു ദേവതയെ അതിനാണ് വെച്ചിരിക്കുന്നത്. അതിനെ ഈ 33 കോടി ദേവതകളെയൊക്കെ വെച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ സൗന്ദര്യബോധമുള്ള ഈ ഓരോ മനുഷ്യർക്കും 33 കോടി ദേവതകൾ എന്ന് പറയുന്നത് ആ 33 കോടി ദേവതകൾ അവരുടെ വാസനകളാണ്, വാസനകൾക്ക് അനുസൃതമായ ദേവതകളാണ് ഉള്ളത്. അപ്പൊ ആ 33 കോടി പാറ്റേണിൽ വരുന്ന ആളുകളാണ് നമ്മുടെ ഭൂമിയിൽ ഉള്ളത് എന്ന് വെച്ചാൽ അത്ര ഈ 33 കോടിക്ക് പല പല ഡെഫിനിഷൻസ് ഉണ്ട്. അതൊക്കെ തർക്കിക്കാനിരിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ ആ വിഷയങ്ങൾ പറയും, അതിലേക്ക് പോകണ്ട. അല്ല, എന്റെ ഒരു സംശയമാണ്. അപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 33 കോടി ദേവതകൾ ഉണ്ടെങ്കിൽ 33 കോടി മനുഷ്യരുടെ പാറ്റേണുകൾ ഭൂമിയിലുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകൾ ഭൂമിയിലുണ്ട്. അപ്പൊ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പൂർവികർ പണ്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഈ ദേവതകളെല്ലാം ഉണ്ട്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന എനർജി ലെവൽസിനെ നമുക്ക് അങ്ങനെ കാണാം. ഇപ്പൊ സൗന്ദര്യബോധം ഒരുപാടുള്ള ആളിന് സൗന്ദര്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരുപാട് മന്ത്രങ്ങളും പൂജകളും തന്ത്രവിധികളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അത് ചെയ്യുമ്പോൾ അവന്റെ മനസ്സടങ്ങും. രജോ ഗുണപ്രധാനി തമോ ഗുണപ്രധാനിയും വളരെ സൂക്ഷിക്കണം. അപ്പൊ തമോ ഗുണപ്രധാനിക്ക് അതിനുവേണ്ടി ഭദ്രകാളി നാവിൽ നിന്ന് ചോര ഇറ്റിറ്റ് വരുന്നു, തലയോട് ധരിച്ച് അലറിപ്പാഞ്ഞു വരുന്നു. ഇതൊക്കെ ആ രൂപത്തിലുള്ള ദേവതകളെ, അങ്ങനെയുള്ള ക്രൗര്യം നിറഞ്ഞ ഭാവങ്ങളെ രജോ ഗുണപ്രധാനി ധ്യാനം ചെയ്യുമ്പോൾ, അവർക്ക് ജപിക്കുമ്പോൾ, മന്ത്രധ്യാനം ചെയ്യുമ്പോൾ, ഭാവനയിൽ കണ്ടിരിക്കുമ്പോഴൊക്കെ ആശ്വാസമാണ്. കാരണം അവന്റെ ആ രജോ ഗുണം അവിടെ എരിഞ്ഞടങ്ങുകയാണ്. ഇങ്ങനെ ഓരോ വ്യക്തിയെയും അപ്പൊ ഒന്നുകിൽ സത്വഗുണ പ്രധാനിയായിരിക്കും, അല്ലെങ്കിൽ രജോ ഗുണ പ്രധാനിയായിരിക്കും, അല്ലെങ്കിൽ തമോ ഗുണ പ്രധാനിയായിരിക്കും. അവരവരുടെ മനോഭാവത്തിന് അനുസൃതമായ ദേവതകളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ആ മന്ത്രം ജപിച്ച് ആ ദേവതാഭാവത്തിൽ ലയിക്കും തോറും അവന്റെ ആ സ്വഭാവത്തിലെ പ്രാകൃത ഭാവങ്ങൾ അതോടുകൂടി ഇല്ലാതാകുക. ക്രൗര്യം നിറഞ്ഞ ഒരാൾ ഭദ്രകാളി ഉപാസിച്ചിരിക്കണം. അപ്പൊ ഈ ഉയർന്ന തലത്തിലേക്ക് എത്താൻ നമ്മൾ സർവജ്ഞത്വത്തിലേക്കാണോ പോകേണ്ടത്? സർവജ്ഞത്വത്തിലേക്കാണ് പോകേണ്ടത്, സിദ്ധികളുടെ തലം. ഇപ്പൊ ഇവിടെ ഞാൻ പറയാം അതിനെക്കുറിച്ച്. ഇപ്പോ മനസ്സിന് ഒരുപാട് സൗന്ദര്യബോധമുള്ള ഒരാള് പാർവതി ദേവിയെ ഒക്കെ ആരാധിക്കുക, ഒരു യക്ഷിയെ ഉപാസിക്കുക. എന്തിനെ ഉപാസിക്കാം? നമുക്ക് എന്തിനെ വേണമെങ്കിലും ഉപാസിക്കാം. അതാണ് സിസ്റ്റം. ചലന്തിയെ ഭജിക്കുന്ന അമ്പലമില്ല. പട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കാക്കയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എലിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ജ്യോതിഷത്തിൽ നോക്കുമ്പോൾ ഈ കരണങ്ങളുണ്ട്. ആനക്കരണം, സുരഭിക്കരണം, ഗജകരണം, സുരഭിക്കരണം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, വൃഷഭകരണം. ഓരോ ജന്മത്തിൽ, ഏതെങ്കിലും ജന്മത്തിൽ, മനുഷ്യജന്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ജീവികൾ ഏതോ ആയിരുന്നു. മനുഷ്യജന്മത്തിന് ആദ്യമായി മനുഷ്യരൂപത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആ ജീവിയിലായിരുന്നു എന്നുള്ളതിന്റെ. കാരണം ഇപ്പൊ പുഴുക്കരണത്തിൽ ജനിച്ചവരുണ്ട്, അവരുടെ ശരീരത്തിന് ചലനം ഒരു ലൂപ്പിംഗ് മൂവ്മെന്റ്. അപ്പൊ പുഴുക്കരണത്തിൽ ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, പിന്നെ അവൻ നടക്കുമ്പോഴേ എക്സ്പ്രഷനിലൊക്കെ വരും. മനസ്സിലായില്ലേ? അപ്പൊ ഗർദഭകരണം മനസ്സിലായി. വൃഷഭമല്ലോ മുമ്പേ ഞാൻ പറഞ്ഞ ഗർദഭകരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതാ ഞാൻ എന്റെ മനസ്സിൽ. കാരണം ഈ ആ ജന്തുക്കളുടെ സ്വഭാവം ഈ ശരീരത്തിൽ മനസ്സിൽ കാണും. ഇപ്പൊ സുരഭികരണത്തിൽ ജനിച്ച ആളിന് പശു പേടി വരും, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തുമ്പോൾ ഭയമാകും, അതുവരെ മൂച്ചൊക്കെ പറയും.
ഇപ്പൊ ഈ ഞാൻ മുമ്പേ ഋഷഭം എന്ന് പറഞ്ഞത് ഈ കാമശാസ്ത്രത്തിന്റെ സൗന്ദര്യശാസ്ത്രത്തിനെ കണക്കനുസരിച്ച് ആണിനെയും പെണ്ണിനെയും തിരിക്കുന്നതിൽ പുരുഷൻ വരും. വൃഷഭ ഇനത്തിൽപ്പെടുന്ന പുരുഷൻ, മാനിന്റെ ഇനത്തിൽപ്പെടുന്ന പുരുഷൻ. അപ്പൊ ഇതിലൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അങ്ങനെയൊക്കെയുള്ളത്. അത് വേറൊരു വിഷയം, അത് പോട്ടെ. അപ്പൊ നമ്മൾ ഈ കരണങ്ങളൊക്കെ നമ്മൾ ജനിക്കുന്ന മനുഷ്യജന്മം എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു തൊട്ട് മുമ്പുള്ള അതിനു മുമ്പുള്ള ഇപ്പൊ 1-2 മനുഷ്യജന്മം അല്ലല്ലോ, എത്രയോ പ്രാകൃത ജന്മത്തിന് ശേഷം അവർ ശ്രേഷ്ഠനായിട്ട് വരുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ രജോ ഗുണപ്രധാനിക്ക് രജോ ഗുണപ്രധാനമായ രൂപങ്ങളെ ആശ്രയിച്ചേ ഒക്കൂ, തമോ ഗുണപ്രധാനിക്ക് തമോ ഗുണപ്രധാനമായ രൂപങ്ങളെ ആശ്രയിച്ചേ ഒക്കൂ, സത്വഗുണപ്രധാനിക്ക് സത്വഗുണപ്രധാനമായ ദേവതകളെ ആശ്രയിച്ചേ ഒക്കൂ. അപ്പോഴവരുടെ മനസ്സ് ശാന്തമാകും. ശാന്തമായി എത്രമാത്രം മനസ്സെരിഞ്ഞടങ്ങുന്നോ, മനസ്സാകുന്ന തടാകത്തിലെ ചിന്തകളാകുന്ന ഓളങ്ങൾ എത്രമാത്രം അടങ്ങുന്നോ അത്രമാത്രം വീണ്ടും ഒരു കല്ല് വലിച്ചെറിഞ്ഞാൽ അതിലും വലിയ ഓളങ്ങൾ സൃഷ്ടിക്കാനൊക്കെ, അതിലും വലിയ തരംഗമുണ്ടാകും. അതുപോലെ ചിന്തകളാകുന്ന മനോലയം സംഭവിക്കുക എന്ന് വേദാന്തം പറയും. മനോലയം ജപത്തിലൂടെയും നിരന്തരമായ രൂപത്തിനെ കാണുന്നതിലൂടെയും അതിലേക്ക് സമർപ്പണത്തോടുകൂടിയും അടങ്ങുമ്പോൾ അനന്ത സാധ്യത ഉള്ളിൽ നിന്ന് വരികയാണ്. സബ് കോൺഷ്യസ് അത്ര വലുതാ. ഉപബോധ മനസ്സ് ജന്മാന്തരങ്ങളുടെ വാസനകളെല്ലാം പേറിയിരിക്കുന്ന അതെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങും. അവിടെ വെച്ചാണ് ഇതാണ് സിദ്ധി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ആ ദേവത തരുന്നു നമ്മൾ സങ്കല്പിക്കുകയാണ്. ശരിക്കും ദേവത തരുന്നതല്ല, പൂർവ്വജന്മാർജിതമായ സംഭവം ഇറങ്ങി വരികയാണ്, ദേവതയിലേക്ക് ആരോപിക്കും. അവിടെ വെച്ചാണ് നല്ല ഒരു ജ്ഞാനിയായ ഗുരുവിന്റെ സാമീപ്യം വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞ എൻ്റെ ഒരു ശിഷ്യൻ ഗണപതിയുടെ മന്ത്രം ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അവൻ എല്ലായിടും കൊണ്ട് ഗണപതി വിഗ്രഹം വെക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ് നിർത്തി പരിപാടി, നിനക്ക് ഇതിനു വേണ്ടിയല്ല പറഞ്ഞത്, ബോധവികാസത്തിന്റെ ഒരു ഉപാധിയായിട്ട് ഞാൻ തന്നതാ. അപ്പോൾ നിനക്ക് വേദാന്തത്തിന്റെ ഹൃദയത്തിലേക്ക് പോകാൻ, അല്ലെ ജ്ഞാനത്തിന്റെ സർവജ്ഞത്വത്തിന്റെ ലോകം തുറക്കാൻ വേണ്ടി തന്നത് ഈ ഇങ്ങനെയുള്ള ഒരു അഡിക്ഷനിലേക്ക് പോകാനല്ല. അപ്പൊ നമ്മൾക്ക് ഇടയ്ക്ക് വെച്ച് ആ ദേവതയെ ഗുഡ് ബൈ പറയേണ്ടിയും വരും. ദേവതയോടുള്ള അഡിക്ഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പം ഉപാധിയാണ്. ഏതെങ്കിലും ദേവതകളുണ്ട്, ആ ദേവതകളുടെ ക്ഷേത്രങ്ങൾ കെട്ടാതെ അപ്പോ അവിടേക്ക് ഓടിപ്പോകേണ്ട ആവശ്യവുമില്ല. അങ്ങനെയല്ല. ഇപ്പോ അതിനൊരു വശമുണ്ട്. ഈ ഇപ്പോ ഹിന്ദുക്കൾക്കിടയിൽ ഇപ്പോഴും വേറൊരു പ്രശ്നമുള്ളത്, നിങ്ങൾക്ക് ഒരു ദേവതയുണ്ടെങ്കിൽ ആ ദേവതയെ മാത്രം ആരാധിച്ചാൽ മതി എന്ന് പറയും. അതെ, അതൊരു മണ്ടത്തരമാണ്. കാരണം അതുകൊണ്ടാണ് ജ്യോതിഷത്തിന്റെ പ്രാധാന്യം അവിടെ വരുന്നത്. ഇപ്പൊ എന്നും എന്തുവാ തൈരും ചോറും തന്നെ കഴിച്ചാൽ നോക്കൂ, കുറെ ദിവസം ആകുമ്പോൾ നമ്മൾ പറയും അമ്മ ഈ പരിപാടി നിർത്ത്, വേറെ വല്ലതും ഉണ്ടെങ്കിൽ വിളമ്പ്, ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറയും. അതെ, എന്നും ദോശയും സംബന്ധിയും തന്നെയാണ് നമ്മൾ പറയും. ഇത് എന്തുവാ ഇത്, ഒരു ദിവസമെങ്കിലും പുട്ടും കടലയും വെച്ചുകൂടെ നമ്മൾ ചോദിക്കും. ഇതുപോലെയാണ് ഒരു ദേവതയെ തന്നെ ഊന്നി നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഘട്ടത്തിൽ വെച്ച് ബോധത്തിന്റെ സൂക്ഷ്മതയിലേക്കുള്ള യാത്ര മുടങ്ങാം. അതുകൊണ്ടാണ് പറയുന്നത്, ജപിച്ച് എത്രമാത്രം ഉപാസനയിലൂടെ പോകുന്നെങ്കിലും നമ്മൾ നമ്മുടെ ശിഷ്യന്റെ ബോധം വികസിക്കുന്നുണ്ടോ നമ്മൾ ചില നിരീക്ഷണം നടത്തുക. അവൻ അന്നത്തെ തലത്തിൽ തന്നെ നിൽക്കുന്നെങ്കിൽ അർത്ഥമില്ല. പിന്നെ രണ്ടാമത്, പിന്നെ നമ്മൾ എന്നും നെല്ലിക്ക കഴിക്കും. അപ്പൊ വിറ്റാമിൻ, അതിന് വേണ്ടുന്ന വിറ്റാമിൻ മൂലകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പാലിൽ നിന്ന് കിട്ടേണ്ട വിറ്റാമിൻ ഉണ്ടല്ലോ, ധാതു ലവണങ്ങളുണ്ട്, അത് വിറ്റാമിൻ എ ഒക്കെ കിട്ടേണ്ടതാണ്. അത് കിട്ടണമെങ്കിൽ അത് കഴിച്ചല്ലേ വെക്കൂ. അതുപോലെ ഈ ശരീരത്തിന് ഏതൊക്കെ ഘടകങ്ങളാണോ, ഏതൊക്കെ ന്യൂട്രിയൻസ് ആണോ കുറഞ്ഞിരിക്കുന്നത്, അതിനനുസൃതമായ ഭക്ഷണം നമ്മൾ നാവിന് രുചിയില്ലെങ്കിലും തിരഞ്ഞെടുക്കും. ഇപ്പം മുതിര കഴിച്ചാൽ അസ്ഥിക്ക് ബലം വരും. ഇപ്പൊ ബോൺ ഡെൻസിറ്റി വളരെ കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് വെക്കുക, ടെസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞു. അപ്പോൾ നമ്മൾ അസ്ഥിക്ക് ബലക്കുറവ്, മുതിര കഴിക്കണം. മുതിരയാണെങ്കിൽ സാധാരണ ഇത് മുതിരപ്പുള്ളി രസത്തിനേ രുചിയുള്ളൂ, വേറൊരു കാര്യത്തിനും മുതിരയ്ക്ക് വലിയ രുചിയൊന്നുമില്ല. മുതിരയ്ക്ക് രുചിയില്ല, പക്ഷെ മുതിര കഴിച്ചേ നോക്കും. അപ്പൊ നമ്മൾ അത് വറുത്ത് പൊടിച്ചെങ്കിലും ഉണ്ട പിടിച്ച് ശർക്കരയൊക്കെ ഇട്ട്, അല്ലെ ചക്കര കരിപ്പറ്റി ഇട്ടൊക്കെ നമ്മൾ കഴിക്കും. ഇല്ല എങ്കിൽ നമ്മൾ പുഴുങ്ങി തേങ്ങയിട്ട് കണ്ണടച്ചൊരു കഴിപ്പം കഴിക്കും. കാരണം ഇത് ചെല്ലണ്ടേ ശരീരത്തിന് ആവശ്യമായത്. ഇതുപോലെ രുചി പോലും നോക്കാൻ നമ്മൾ കഴിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചില പ്രത്യേക ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ഭാവത്തെ ഉണർത്തണം. ഇപ്പൊ നിരന്തരമായി സാത്വികനായ ഒരു മനുഷ്യനാണ്, അയാൾ വിഷ്ണുവിനെയാണ് ഭജനം, അയാൾ എല്ലാം കൊണ്ടും കുഴപ്പമില്ലാതെ പോവുകയാണ്, അയാൾ ഒരു പ്രസ്ഥാനം നടത്തുന്നു എന്ന് വയ്ക്കുക. അയാൾക്ക് നിരന്തരം ഇയാളെ വന്ന് നാട്ടുകാരെല്ലാം പണം പറ്റിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സാത്വിക ഭാവം മാത്രമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല, കച്ചവടം നടക്കത്തില്ല. അപ്പോഴും നമ്മൾ എന്തെടുക്കും, വളരെ ബുദ്ധിയായിട്ട് ഇതാണ് പിടികിട്ടി. അപ്പോൾ നമ്മൾ എന്തായിട്ട് ഇയാളുടെ രജോ ഗുണത്തെ തൽക്കാലം ഒന്ന് ഉണർത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്തെടുക്കും, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ചെയ്യൂ, അയാളെ മട്ട് മാറി ഇത്ര ദിവസം ചെയ്യൂ. അപ്പോഴത്തേന് ആളുകൾ അത് പോക്കത്തില്ല, കടം ഇങ്ങനെ തരാൻ പറ്റില്ല, കൃത്യമായി തരണം തിരിച്ച് എന്നൊക്കെ പറയുന്ന വെട്ടൊന്നേ മുറി രണ്ട് എന്നുള്ള ഡയലോഗ് വരാൻ തുടങ്ങും. ഈ ഉഗ്രഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ചുറ്റുമുള്ള ആളുകളെ നോക്കുക, അവരുടെ പെരുമാറ്റത്തിലും ആ സ്വഭാവമുണ്ട്.
ഞങ്ങളുടെ ദേശങ്ങളിലെ ഈ എന്താ പറയണ്ടേ മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രമുഖ ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ദേശത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം തൊട്ടേ ആളുകളൊക്കെ ഒരു തരം വല്ലാതെ സംസാരിക്കും. ശകലം മുഷ്കുണ്ട് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ആണുങ്ങളെല്ലാം, ആണും പെണ്ണും കണക്ക്, ആണുങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെ. നമ്മൾ ചോദിച്ചാൽ അരി എത്രാന്ന് ചോദിച്ചാൽ പയറഞ്ഞരി എന്ന് പറയും. അതുപോലെ അവിടെ ഉത്സവത്തിനെങ്ങാനും ചെന്ന് കഴിഞ്ഞപ്പോ ഇപ്പൊ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഉത്സവം നടക്കുന്നത്, മാറി നിൽക്കണേ ഒന്ന്, ഇവിടെ ഇതാ വരുന്നു ആഘോഷം വരുന്നു, മാറി നിന്നാട്ടെ എന്ന് പറയും. കാരണം കൃഷ്ണഭാവം. മറ്റേ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ മാറിക്കട ഇയാളെന്താ ഇവിടെ പിടിച്ചു വേണേ എറിയും. അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്തിനാ ഇയാളെന്നെ ഇങ്ങനെ മാറ്റിയേ? കാരണം ആ ദേശത്തുള്ളവരുടെ എല്ലാം മനസ്സിൽ രജോ ഗുണം തിളച്ചു നിൽക്കുക ആ വിഗ്രഹഭാവവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കാലയളവിലും മനസ്സിന് ഏതൊക്കെ വേണമോ അതെല്ലാം നമ്മൾ ചെയ്യിപ്പിക്കും. എല്ലാ മനുഷ്യർക്കും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരേപോലെ ഇല്ലില്ല. അത് ഒരേപോലെ വരുന്നവരാരുമില്ല. ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ 1:2:3 എന്നായിരുന്നെങ്കിൽ 3:1:1 എന്നൊക്കെയാകാം. എന്ന് വെച്ചാൽ കൂടുതൽ രജോ ഗുണം, കുറച്ച് എല്ലാവർക്കും ഇതിന്റെ ആവശ്യകതയില്ലേ? എല്ലാ ആവശ്യകതയുള്ളോ അവരുടെ കൂടെ ഉള്ളതാ. ആവശ്യകതയല്ല, അവരുടെ കൂടെ ഈ ജന്മത്തിലേ ഉള്ളതാ. അത് പൂർവ്വജന്മ സംസ്കാരത്തിൽ നിന്ന് കിട്ടുന്നതാ. അല്ല, കൂടുതലും ചില ആളുകൾ ഞാൻ സാത്വിക ആകാൻ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ജന്മ ഈ സാത്വികതയും അപകടമാണെന്നാ പറഞ്ഞു വരുന്നത് ഞാൻ. ഈ നമ്മൾ സർവജ്ഞത്വത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഈ സാത്വിക ഭാവവും അപകടകരമാണ്. അതുകൊണ്ടാണ് ത്രിഗുണങ്ങളെയും മുടിക്കണമെന്ന് പറയും. തമോ ഗുണം ഏറ്റവും താഴ്ന്ന നിലവാ. അവിടെ നമ്മൾ രജോ ഗുണത്തിൽ നിന്ന് വളർന്ന് സത്വഗുണത്തിലെത്തി. ഈ സത്വഗുണത്തിനെയും മറികടക്കണം. 3 ഗുണങ്ങളെയും അതിജീവിച്ചവനായിരിക്കണം. പിന്നീട് എന്ത് ഗുണമായിരിക്കും? ഇല്ല, 3 ഇല്ല. പിന്നെ അത് സാഹചര്യത്തിനനുസരിച്ച് വരും. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ചില കാര്യങ്ങൾ ഞാൻ എടുക്കുന്ന തീരുമാനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏത് സ്വഭാവക്കാരനാണെന്ന് പറയാനൊക്കെ ഇല്ല. രജോ ഗുണം വരേണ്ടടുത്ത് രജോ ഗുണം തനിയെ വരും. തമോ ഗുണം വരേണ്ടടുത്ത് തമോ ഗുണം തനിയെ വരും. സത്വഗുണം വരേണ്ടടുത്ത് സത്വഗുണം തനിയെ വരും. ഇത് എഴുത്താണ്. സത്വഗുണം എന്റെ കണ്ടിട്ട് ഞാൻ സത്വഗുണക്കാരനാണെന്ന് എന്നെ അളന്നാൽ മണ്ടത്തരമായി. ഇത് ഉയരുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആള് ഏത് ഗുണമാണോ അതിനനുസരിച്ച് വരും. നമ്മളോട് ഘോരമായി പെരുമാറുന്ന നമ്മളങ്ങ് മാറും. എക്സ്പ്രഷൻ പോലും മാറും, ശബ്ദം പോലും മാറും. പക്ഷെ ഈ 3 അതിജീവിച്ചാലേ ഒക്കും. അല്ലെങ്കിൽ സത്വഗുണക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവരെന്നെ ചീത്ത വിളിച്ചു, എനിക്കങ്ങനെ ചീത്ത വിളിക്കാനൊക്കും, അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. കാരണം അയാൾക്ക് അത് ഭയമായി നിൽക്കുക. കാരണം അയാൾ ഈ സത്വഭാവത്തിൽ ഇങ്ങനെ അടിയുറച്ച്, ഈ സത്വഭാവത്തിൽ തന്നെ സാത്വിക ഭാവത്തിൽ തന്നെ എത്തണമെങ്കിൽ തന്നെ ഒത്തിരിയും ജന്മാന്തര പുണ്യങ്ങളാണ് വേണ്ടത്. അവിടുന്ന് അതിനപ്പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ട് ത്രിഗുണങ്ങൾക്കും അതീതനായിരിക്കണം. പക്ഷെ നമ്മളൊരു സിദ്ധനായിരിക്കുന്ന തലത്തിലൊക്കെ വെച്ച് ഇതെല്ലാം ഗുണമായിട്ട് തന്നെ നിൽക്കും. പക്ഷെ നമുക്ക് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാനൊക്കും. ജ്ഞാനത്തിന്റെ വഴികളിലേക്ക് പോകണമെന്നില്ല. ഇപ്പൊ ഒരു മിസ്റ്റിക് ലെവൽ എന്ന് പറയുന്നത് മറ്റൊന്ന് മനസ്സിലായി. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞിരുന്നത് ഈ സിദ്ധി ലോകത്തെ കുറിച്ചാണ്. സിദ്ധ സമ്പ്രദായം ഇവിടേക്ക് വന്നത് ഏകദേശം 17th സെഞ്ചുറിയിലാണെന്നാണ് കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉണ്ടെന്ന് കേൾക്കുന്നില്ല. പിന്നെ ഒന്നാമത് ഈ സ്പിരിച്വാലിറ്റിയിൽ ഈ പാരമാർത്ഥിക തലത്തിനെ കുറിച്ചുള്ള അറിവിനെ കുറിച്ച് ആർക്കും താല്പര്യവും ഇല്ലാതായതും അവിടേക്ക് പോകുന്ന മനസ്സുണ്ടാകാതെ പോയതിന്റെ കാരണം ഇന്ത്യയിൽ തന്നെ ധ്യാന സമ്പ്രദായങ്ങൾ പോയി. ധ്യാനം ചെയ്യുന്നവരാരും എങ്ങും ഇല്ലാതായിപ്പോയി. ഇപ്പൊ ഈ 10-25 വർഷത്തിനുള്ളിലല്ലേ ഈ വന്നത്. ഞാൻ തന്നെ ഇത്രയും വർഷമായി. അപ്പൊ അക്കാലയളവിൽ ധ്യാനം ചെയ്യുന്നോ, വെറുതെ എന്തിനാണ് എന്നൊക്കെ എന്നോട് ചോദിച്ച എന്റെ പ്രായക്കാരൊക്കെ. അന്ന് യോഗ ചെയ്യുന്നതും പുച്ഛമാണ് അക്കാലയളവിൽ. പിന്നെ യോഗ ഇപ്പൊ പക്ഷെ എല്ലാവരും മഹാരോഗികളായി കഴിഞ്ഞപ്പോഴും യോഗയ്ക്ക് വേണ്ടുന്നത്. ഞാൻ ഒറ്റ ഒരാളിനെ പോലും യോഗ പഠിപ്പിച്ചിട്ട് കാശ് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെയും ശരീരഘടനയ്ക്കും മനസ്സിന്റെ ഘടനയ്ക്കും അനുസരിച്ചുള്ള യോഗാസനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മൾക്ക് പ്രായം കൂടുകയില്ല. യോഗ ശക്തമായി ചേരുന്ന സമയത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ 26 വയസ്സിനപ്പുറത്തേക്ക് ആരും പറയില്ലായിരുന്നു. ശബ്ദം പോലും നമുക്ക് വളരെ ആയിരിക്കും. പിന്നെ കുറെ പല യോഗയിലും നമ്മുടെ കേരളത്തിലൊരു കസർത്ത് എന്നും പറഞ്ഞൊരു വ്യായാമം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പൊ കുറെ യോഗയെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തന്നെ. ഇത്രയും സ്പീഡിൽ ചെയ്യാൻ പാടില്ല, വിയർക്കാൻ പാടില്ല. യോഗ ചെയ്യുമ്പോൾ ഇത്ര കൂളായിട്ട് വേണം ചെയ്യാൻ. 32 വയസ്സിൽ ഞാൻ യോഗ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പലരും പറഞ്ഞ് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഷേപ്പ് ഒക്കെ കിട്ടും, ജിംനേഷ്യത്തിൽ. ഞാൻ എന്നാ ഒന്ന് പോകാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് ബോഡി ഷേപ്പ് ഒക്കെ വളരെ ഭംഗിയായിട്ട്. കാരണം മനസ്സ് വളരെ നിയന്ത്രിതമായതുകൊണ്ട് എല്ലാം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. 3 മാസത്തിനുള്ളിൽ നല്ല ഷേപ്പൊക്കെ അപ്പോഴത്തെ പെട്ടെന്ന് എൻ്റെ ഒരു മുടി നരച്ചു. അപ്പൊ ആ മുടി നരച്ചപ്പോൾ ഞാൻ ചിന്തയിലായി. അപ്പോൾ പലരോടും ചോദിച്ചു, ഡോക്ടർമാരോടൊക്കെ ചോദിച്ചു, എന്താ അതൊക്കെ ട്രഡീഷനാ, അങ്ങനെയാ ഇങ്ങനെയാ, ഇപ്പൊ എല്ലാവരും നരയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവര് കൈമലത്തി. പക്ഷെ ഞാൻ അതിന് സമാധാനിച്ചില്ല.
ഞാൻ അതിന് സമാധാനിച്ചില്ല. ഇന്റർനെറ്റ് വഴി ഇങ്ങനെ തപ്പി 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 ഇതിന്റെ കാരണം എന്താ, എന്റെ ഒരു മുടി നരയ്ക്കാൻ കാര്യം 32 വയസ്സായപ്പോൾ എന്നും പറഞ്ഞ് ഞാൻ പഠനം നടത്തി വന്നപ്പോഴും ഒരു ജൂതൻ, ഒരു ഡോക്ടർ എനിക്ക് യൂറോപ്പിലിരുന്നിട്ട് അദ്ദേഹം വളരെ റിസർച്ച് ചെയ്യണം, ഒത്തിരി പേരെ ഇങ്ങനെ നെറ്റ് വഴി നോക്കി ഇന്റർനെറ്റ് കഫേ പോയിരുന്നുണ്ട് നോക്കി കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചപ്പോൾ അദ്ദേഹം എന്നെ കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു.